ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശിവിശാഖാംവിധംശ്ച യേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശൈവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 15-ാമത്തെ ശ്ലോകം മുതൽ കാണാൻ വയ്ക്കുന്നത്. ഹരേ കൃഷ്ണ പ്രിയ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, 15-ാമത്തെ ശ്ലോകം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മത്വം പൂർവൈ പൂർവാതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മത്വം പൂർവൈ പൂർവാതരം കൃതം. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മേവ തസ്മാത്വം പൂർവൈവ പൂർവതരം കൃതം. പ്രിയ മാതാജി ഒന്നുകൂടി വായിച്ചോളൂ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈവതരം കൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി കൂടി വായിച്ചോളൂ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ പ്രിയ മാതാജി. തന്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മുമുക്ഷുക്കൾ, അതായത് മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. Very good. All the liberated souls in ancient times acted with this understanding of my transcendental nature. Therefore, you should perform your duty following in their footsteps. Okay. എന്താണ് എന്റെ മുമ്പത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? ഭഗവാന് Then മുമ്പത്തെ ശ്ലോകം, there is no work that affects me, nor do I aspire for the fruits of action. One who understands this truth about me also does not become entangled in the fruitive reactions of. അതായത് ഭഗവാനെ ഒരു കർമ്മങ്ങളും ബാധിക്കുന്നില്ല, എല്ലാം കർമ്മഫലങ്ങളും ബാധിക്കുന്നില്ല. ഭഗവാന് യാതൊരു കർമ്മവും ചെയ്യാനില്ല,
എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അത് ബാധിക്കില്ല. ഇപ്പൊ ഈ തത്വം എല്ലാ മുക്താത്മാക്കൾക്കും അറിയാം. അപ്പൊ അവരുടെ പാത പിന്തുടരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഈ ശ്ലോകം പറയുന്നത് ഇവിടെ. ഓൾ ദ ലിബറേറ്റഡ് സോൾ എന്ന് പറഞ്ഞാൽ മുക്താത്മാക്കൾ. നമ്മളൊക്കെ എന്താണ്? നമ്മൾ ആരാണ്? ബദ്ധാത്മാക്കൾ. ഓക്കെ, നമ്മളെല്ലാം കണ്ടീഷൻ സോൾസ് ആണ്. ഓക്കെ, ഈ ഭൗതിക ലോകത്തില് അകപ്പെട്ട് അതിൻ്റെ മായാവലയത്തില് ജീവിക്കുന്ന ആൾക്കാരാണ് ബദ്ധാത്മാക്കൾ. ബന്ധിക്കപ്പെട്ടവരാണ്. ഭൗതിക ലോകത്തിൽ, മായാലോകത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്ത് ചെയ്യണം അർജുനോട്? മുക്താത്മാക്കളുടെ പാത പിന്തുടരണം. ലിബറേറ്റഡ് സോൾസ്. അപ്പൊ അവർക്ക് എന്താ? അവർക്ക് എല്ലാം അറിയാം, ഈ തത്വം അറിയാം. ഞാൻ ഭഗവാനാണ്, പൂർണ്ണ പുരുഷോത്തമ ഭഗവാനാണ്, പരമ ദിവ്യോത്തമ പുരുഷനാണ്, പരമസത്യമാണ്. അപ്പോ എനിക്കിവിടെ യാതൊരു ജോലിയില്ല, ഒരു കർത്തവ്യമില്ല, ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ഇവിടെ വരുന്നു, ഓരോ കാര്യങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു? ബദ്ധാത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്നു. അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് യാതൊരു പണിയില്ല ഇവിടെ. പക്ഷെ നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മനുഷ്യനായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ഇതറിയുന്ന, ഈ തത്വങ്ങൾ അറിയുന്ന മഹാത്മാക്കൾ ആരാണ്? മഹാത്മാക്കൾ, മുക്താത്മാക്കൾ. അവരുടെ പാത പിന്തുടരണം. അതാണ് ഫോളോയിങ് ഇൻ ദെയർ ഫുഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അർജുന, ദെയർഫോർ യു ഷുഡ് പെർഫോം യുവർ ഡ്യൂട്ടി. നമ്മൾ അവനവന്റെ കർത്തവ്യം ചെയ്യണം. അർജുനൻ ഒരു ക്ഷത്രിയനാണ്, ധർമ്മപാലകനാണ്. ആ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ധർമാം തു സാക്ഷാത് ഭഗവത് പ്രണീത. എന്താണ് ധർമ്മം? ഭഗവാൻ എന്താണ് നിർദ്ദേശിക്കുന്നത് അതാണ് ധർമ്മം. അതാണ് നമ്മളുടെ മനസ്സെന്താണ് പറയുന്നത് അതല്ല. നമ്മൾ പറയും എനിക്ക് എന്താണ് ശരി തോന്നുന്നത് അത് ഞാൻ ചെയ്യും. എനിക്ക് തോന്നുന്ന ശരിയാണോന്ന് എങ്ങനെ അറിയാം? നമ്മുടെ മനസ്സ് പല സ്ഥലത്തേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ആഗ്രഹങ്ങളും നിറവേറ്റണം. അപ്പോൾ പല ദിശകളിലേക്കും നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ശരി മറ്റുള്ളവർക്ക് ശരിയാവില്ല, തെറ്റായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റ് എനിക്ക് ശരിയാവും. അപ്പോൾ നമ്മളുടെ മനസ്സ് പറയുന്നതല്ല കേൾക്കേണ്ടത്. ആചാര്യന്മാര്, ഗുരു, സാധു, ശാസ്ത്ര അവർ പറയുന്നതാണ് കേൾക്കേണ്ടത്. അതാണ് ഇവിടെ ഭഗവാൻ ഊന്നി പറയുന്നത്, മഹാത്മാക്കളെ പിന്തുടരാൻ, അവരുടെ പാത പിന്തുടരാൻ. അപ്പൊ നമ്മള് എന്തായി? തെറ്റായിട്ടുള്ള വഴിയിൽ പോവില്ല, ചെന്ന് കുഴിയിൽ ചാടില്ല. ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കാര്യം നമുക്കറിയില്ല, ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അനുഗമിക്കുകയാണെങ്കിൽ, അവർ പറയുന്ന പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ ചെന്നുപെടില്ല, അല്ലേ? നമുക്ക് ഒരറിയാത്ത കാര്യം. അതേപോലെ ആത്മീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്കറിയില്ല. ഇതാർക്കറിയാം? ഗുരുജനങ്ങൾക്കറിയാം, സാധുജനങ്ങൾക്കറിയാം. അവരുടെ പാത പിന്തുടരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അർജുന, തൻ്റെ മനസ്സ് ഇപ്പൊ ചഞ്ചലമാണ്. എന്ത് ശരി എന്ത് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഡിസ്ക്രിമിനേറ്ററി പവർ അർജുന തനിക്കില്ല. അതുകൊണ്ട് എന്താണോ സാധുജനങ്ങള്, ആചാര്യവര്യന്മാർ, ഋഷിവര്യന്മാര്, ഗുരുജനങ്ങൾ ചെയ്തത്, അവർ ചെയ്ത പോലെ അവരുടെ നിർദ്ദേശപ്രകാരം അത് അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആരെ ഫോളോ ചെയ്യണം? ഗുരു, സാധു, ശാസ്ത്രം. ഗുരു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങള് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ആൾക്കാർ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എസ്പെഷ്യലി ആധ്യാത്മിക കാര്യത്തിൽ, ആധ്യാത്മിക വിഷയങ്ങള് അതില് നല്ല വിദ്യ നേടിയിട്ടുള്ള ആൾക്കാർ ആണ് ഗുരു. അവര് ആരെയാണ് അനുഗമിക്കുന്നത്? അവര് സാധു, സെയിൻലി പേഴ്സണാലിറ്റീസ്, ആചാര്യവര്യന്മാര്, ഋഷിവര്യന്മാര്. ആചാര്യന്മാരെ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ശാസ്ത്രം. ശാസ്ത്രം, നമ്മുടെ
ആത്മീയ ഗ്രന്ഥങ്ങൾ. ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ തന്നതാരാണ്? ഭഗവാൻ തന്നെ. ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നാണ് നമുക്ക് വേദങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ സൗണ്ട് വൈബ്രേഷൻ ആണ് ശാസ്ത്രം. അപ്പോൾ ഭഗവാനും ശാസ്ത്രവും തമ്മിൽ യാതൊരു അന്തരവും ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ശാസ്ത്രത്തിൽ ഉള്ളത് പ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഗുരു സാധു ശാസ്ത്ര എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നു. അപ്പോൾ ഭഗവാനും ഭാഗവതവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഒന്ന് അല്ലെ ഭഗവാൻ, മറ്റേത് പേഴ്സൺ ഭാഗവത. ഒന്ന് പുസ്തക് ഭാഗവത, ഒന്ന് പേഴ്സൺ ഭാഗവത. രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഒന്ന് പുസ്തക രൂപത്തില്, ഒന്ന് ആളുടെ രൂപത്തില്, മനുഷ്യന്റെ രൂപത്തില് അവതരിച്ചു എന്ന് മാത്രം. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശം ഭാഗവതത്തിലുടനീളം തന്നിട്ടുണ്ട്, ഭഗവത്ഗീത തന്നിട്ടുണ്ട്, മറ്റ് ഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം, മറ്റ് ഓത്തന്റിക് ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഭഗവാൻ നേരിട്ട് നമുക്ക് നിർദ്ദേശം തരുന്നതും വ്യത്യാസമില്ല. അതേപോലെ ആ പരമ്പരയിൽ വരുന്ന സാധുജനങ്ങള്, ഗുരുജനങ്ങള് എന്താണ് അവര് ഫോളോ ചെയ്യുന്നത്? എന്താണോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, എന്താണോ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അത് പ്രകാരം മാത്രമേ അവർ ജീവിക്കുള്ളൂ. അതാണ് നമുക്ക് പരമ്പരാഗതമായിട്ട് അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളുടെ ഗുരുവിനെ, അതായത് കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഗുരുവിനെ നമ്മൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡയറക്ഷൻ നമ്മൾ ഒരിക്കലും തെറ്റില്ല. നമ്മുടെ ഡയറക്ഷൻ എന്താണ്? ആധ്യാത്മിക ലോകത്തേക്ക് തിരിച്ചു പോവുക. നമ്മുടെ ഒറിജിനൽ വീട് എവിടെയാണ്, അവിടേക്ക് തിരിച്ചു പോവുക. അപ്പോൾ ആ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ്, നമുക്കറിയില്ല ആ വീട് എവിടെയാണ്, എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല. അപ്പൊ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി, ഒരു അച്ഛനും മകനും കൂടി മേളയിലേക്ക് വന്നു അല്ലെ, മേളയിലേക്ക് വന്നിട്ട് അച്ഛൻ്റെ കൈ വിട്ടുപോയി. വലിയ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, ഒരു പുതിയ സ്ഥലമാണ്. മകന് ബുദ്ധി ഉറച്ചിട്ടുമില്ല, ചെറിയ 2 വയസ്സ് 3 വയസ്സുള്ള മകനാണ്. തൻ്റെ വീട് എവിടെ, അഡ്രസ്സ് എന്താണെന്നൊന്നും അറിയില്ല. അച്ഛൻ്റെ കൈ വിട്ടു പോയപ്പോൾ കുട്ടി വഴി തെറ്റിപ്പോയി. അച്ഛൻ അന്വേഷിക്കുകയാണ്, മകൻ അന്വേഷിക്കുകയാണ്. മകൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ആൾക്കാർ വന്നിട്ട് എന്തിനാ കരയുന്നത്, വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും ഭക്ഷണം തരട്ടെ പറഞ്ഞിട്ട് ഭക്ഷണം കൊടുത്താൽ കുട്ടിക്ക് സമാധാനാവുമോ? ഇല്ല. വേറെ കുറച്ച് ആൾക്കാർ വന്നു, എന്തിനാ കരയുന്ന കുട്ടി, തണുപ്പുണ്ടോ? നല്ല തണുപ്പാണ്, ഒരു ബ്ലാങ്കറ്റ് വാങ്ങിത്തരാം. ബ്ലാങ്കറ്റ് വാങ്ങി കൊടുത്താൽ കുട്ടിക്ക് സമാധാനമാവോ? ഇല്ല. എന്താണ് കുട്ടിക്ക് വേണ്ടത്? തൻ്റെ അച്ഛനെ കിട്ടണം, എന്നിട്ട് അച്ഛൻ്റെ കൂടെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകണം. അതാണ് കുട്ടിക്ക് വേണ്ടത്. അതിനാണ് കുട്ടി കരയുന്നത്. അപ്പൊ അതേപോലെ നമ്മളും വീട് വിട്ട് എങ്ങനെ പുറത്തു വഴി തെറ്റിപ്പോയി, ഈ ഭൗതിക ലോകത്തിൽ വന്നു പെട്ടു. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കണം. ആ സഹായിയാണ് നമ്മുടെ ഗുരു. അപ്പൊ ഗുരു സാധു ശാസ്ത്രം നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലെ. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ആ കുട്ടിയെ, ഈ കുട്ടി ഇന്ന ആളുടെ വലിയൊരു പണക്കാരന്റെ മകനാണല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ, അപ്പൊ നമുക്കറിയാം ഇന്ന ആളുടെ മകനാണ്. അപ്പൊ ഉടനെ എങ്ങനെ കണ്ടുപിടിച്ച് അഡ്രസ് കണ്ടുപിടിച്ചിട്ട് ആ അച്ഛന്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്താൽ അദ്ദേഹമല്ല ഏറ്റവും നല്ല ആള്. കുറച്ച് ഭക്ഷണം കൊടുക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു കമ്പിളി കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ല ആളാരാണ്? ആ കുട്ടിയെ തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുക എന്നുള്ള ആ വ്യക്തിയാണ് ഏറ്റവും നല്ല. മറ്റെല്ലാം സഹായിച്ചു, പക്ഷെ ഏറ്റവും നല്ല സഹായം ആരാ ചെയ്തിരിക്കുന്നത്? തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഭൗതിക ലോകത്തില് നമ്മളെ ഒരുപാട് ആൾക്കാർ സഹായിക്കും, ഭൗതിക തലത്തിൽ സഹായിക്കും. നമുക്ക് പൈസ ഇല്ല, നമ്മൾ വീടുണ്ടാക്കി തന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഉള്ളതില്ല, അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള സഹായം തന്നു. വീട് വെക്കാൻ പൈസ ഇല്ല, അപ്പോൾ വീടുണ്ടാക്കി തന്നു. കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പൈസ ഇല്ല, മറ്റുള്ളവർ തന്നു. അതെല്ലാം സഹായം എന്തുപോലെയാണ്? ഭക്ഷണം കൊടുക്കുന്നതും അല്ലെങ്കിൽ കമ്പിളി കൊടുക്കുന്ന പോലുള്ള സഹായമാണ്. ടെമ്പററി ആണ്, കുറച്ച് സമയം നമുക്ക് കിട്ടും, അത് കുറച്ച് ആശ്വാസം കിട്ടും, പക്ഷെ അത് പെർമനന്റ് ആണോ? അല്ല. അപ്പൊ എന്ത് സഹായമാണ് നമുക്ക് നല്ലത്? ആ വ്യക്തി, ഏത് വ്യക്തി?
ഏത് വ്യക്തിയാണോ നമ്മളെ തിരിച്ച് അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ എല്ലാ ഐശ്വര്യങ്ങളുമാണ്, ധനവാനാണ്, നല്ല വിവരമുണ്ട്, എല്ലാ ഐശ്വര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയാൽ ഇതെല്ലാം കമ്പിളിയും ഭക്ഷണവും ട്രീറ്റ്മെൻറ്റും വീടും കാറും കോപ്പും എല്ലാം നമുക്ക് കിട്ടും, ഒരു പ്രശ്നവുമില്ല. അതേപോലെ എല്ലാം ഐശ്വര്യപൂർണമായിട്ടുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് വഴി കാട്ടിത്തരുന്ന ആ ഗുരു സാധു ശാസ്ത്ര, അവരാണ് നമ്മളുടെ ശരിക്കുള്ള വെൽവിഷർ. മറ്റതൊക്കെ ടെമ്പററി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം, ഒരു ആശ്വാസം തരും എന്നല്ലാതെ പെർമനന്റ് ആയിട്ട് ശാശ്വതമായിട്ട് ആശ്വാസം കിട്ടുന്നത് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണ്. നമ്മളുടെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു അവസരം ഒരുക്കി തരുന്ന ഗുരു സാധു ശാസ്ത്ര, അവരാണ് ശരിക്കുള്ള നമ്മളുടെ ബന്ധു, ശരിക്കുള്ള നമ്മളുടെ വെൽവിഷർ. അപ്പൊ ഇതാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്, നമ്മൾ ആരുടെ പാത പിന്തുടരണം? ലിബറേറ്റഡ് സോൾ, മുക്താത്മാക്കള്. അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള അവസരം ലഭിക്കും എന്നാണ് പറയുന്നത്. There are two classes of men. Some of them are full of polluted material things within their hearts, and some of them are materially free. അപ്പോൾ polluted within the hearts, അത് conditioned soul. Some of them are materially free. അവര് liberated souls. Krishna consciousness equally beneficial for both of these persons. Those who are full of dirty things can take to the line of Krishna consciousness for a gradual cleansing process following the regulated principles of devout service. നമ്മളുടെ മനസ്സിൽ കാമ ക്രോധ ലോഭ മോഹം മതമാശ്ചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് കൃഷ്ണ കോൺഷ്യസ് ആവാൻ പറ്റും. എങ്ങനെ? അപ്പോൾ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവോഷൻ സർവീസ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഗുരു പറയുന്നു, ശാസ്ത്രം പറയുന്നു, സാധുക്കൾ പറയുന്നു, നമ്മൾ ചില റെഗുലേഷൻസ് ഫോളോ ചെയ്യാണ്ട്, യമനിയമങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. യമം എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ്. നിയമം പറഞ്ഞാൽ റെഗുലേഷൻസ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? യമം, നിയമം, എന്താണ് വ്യത്യാസം? പ്രിയമാതാജി, എന്താണ് യമം നിയമം തമ്മിലുള്ള വ്യത്യാസം? കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. നമ്മള് നിർബന്ധമായി ആചരിക്കേണ്ടവയാണ്. അങ്ങനെയാണ് പ്രഭുജി. റൂൾസ് പറഞ്ഞെന്താ? യമം അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മറ്റത് നിയമം നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ട, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ റൂൾസ്, നമ്മൾ രാവിലെ ബ്രഹ്മമുദ്ര എഴുന്നേക്കണം, ഓക്കെ, പിന്നെ നമ്മൾ ജപിക്കണം, നമ്മൾ ആരതി ചെയ്യണം, ഭഗവത്ഗീത വായിക്കണം, ഇതൊക്കെ റൂൾസാണ്. നിയമങ്ങൾ, റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. 4 നിയമങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ചെയ്യാൻ പാടില്ലാത്ത, മത്സ്യമാംസം കഴിക്കാൻ പാടില്ല, അവൈധ സംഘം പാടില്ല, ഓക്കെ, ചൂത് കളിക്കാൻ പാടില്ല, അതിൽ മദ്യപാനങ്ങൾ പാടില്ല. ഇതൊക്കെ നിയമങ്ങളാണ്, പാടില്ലാത്തത്. മറ്റത് ഒന്ന് ചെയ്യേണ്ടത്, ഒന്ന് ചെയ്യാൻ പാടില്ലാത്തത്. അത് നിയമം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്. ഓക്കെ, ഡോക്ടറെ അടുത്ത് പോയാൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരും. എന്താണ് പ്രിസ്ക്രിപ്ഷൻ? ഈ മരുന്ന് 6 ശേഷം 2 കഴിക്കണം, രാവിലെ വൈകുന്നേരം കഴിക്കണം. പ്രൊഹിബിഷൻസ്, എന്താണ് പ്രൊഹിബിഷൻസ്? തണുത്തൊന്നും കഴിക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ല, ഓക്കെ, മത്സ്യമാംസം കഴിക്കാൻ പാടില്ല, അല്ലേ? അതേപോലെ പ്രിസ്ക്രിപ്ഷൻസ് ചെയ്യണം, പ്രൊഹിബിഷൻസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ തുടക്കക്കാരെ നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങൾ പാലിക്കണം. എന്നാലേ നമുക്ക് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് ഇംപ്രൂവ്മെന്റ്, അഡ്വാൻസ്മെന്റ് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്, ദോസ് ഹു ആർ ഫുൾ ഓഫ് ഡേർട്ടി തിങ്സ്. നമ്മുടെ ഒരുപാട് അനർത്ഥങ്ങളുണ്ട്.
നമ്മൾ ശാസ്ത്രത്തിന്റെ ആ യമനിയമം അനുസരിച്ച് ജീവിക്കുന്നവരല്ല. കാരണം ആരും നമുക്കത് പഠിപ്പിച്ചിട്ടില്ല ശരിക്കും. എങ്ങനെയൊക്കെ വളർന്നു വന്നു അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ആരും ശരിക്കും ചൂണ്ടിക്കാണിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ബുദ്ധി വെച്ചു എന്നത് ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ല. അത് എങ്ങനെ മനസ്സിലാക്കി? നമ്മുടെ ഗുരു സാധു ശാസ്ത്രത്തിൽ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പാലിക്കണമെന്നുണ്ടെങ്കിൽ ആ യമനിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ പാടുള്ളൂ. Those who are full of dirty things can take to the line of Krishna for gradual cleansing process. Gradual. ഒരു രാത്രി കൊണ്ട് നമ്മൾ ഒരു പുണ്യവാളൻ ആവില്ല, പുണ്യാളൻ അല്ലേ? ആവോ? ഇല്ല. ഗ്രാജുവൽ ആണ്. നമ്മളത് ചെയ്ത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. ഓക്കെ, ഇതുവരെ നമ്മൾ 6 മണി 8 മണി 10 മണിക്ക് എഴുന്നേൽക്കണം. നമ്മൾ തീരുമാനിക്കുക നാളെ 4 മണിക്ക് എഴുന്നേൽക്കണം. നമ്മൾ അലാം വയ്ക്കും. എന്തിനാ അലാം വയ്ക്കണം? കാരണം വെച്ചാൽ നമുക്ക് ശീലമില്ല 4 മണിക്ക് എഴുന്നേറ്റിട്ട്. അപ്പോൾ ഒരു അലാം വെച്ചു. അലാം വെച്ച ഉടനെ നമ്മൾ എഴുന്നേൽക്കും. പക്ഷെ എന്തായി, കുറച്ചുകൂടി കിടന്നുറങ്ങാം. അലാം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു. പിന്നെ 6 മണിക്ക് നമുക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ പിന്നെ വീണ്ടും 2 ദിവസം കഴിഞ്ഞ് അയ്യോ ഞാൻ വെറുതെ അലാം അടിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ എല്ലാം പ്ലാനിങ്ങും താളം തെറ്റി. നാളെ എന്തായാലും തീർച്ചയായിട്ടും 4 മണിക്ക് എഴുന്നേൽക്കും. നാളെ വീണ്ടും അതേപോലെ വീണ്ടും. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ഒരു ഡിറ്റർമിനേഷൻ കൂടി എന്തായാലും ശരിച്ച് ഇനി മുതൽക്ക് ഞാൻ അലാം അടിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് ഉറങ്ങുന്ന കാര്യമില്ല. അങ്ങനെ ഉറങ്ങുന്നതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കുകയാണ്, 4 മണിക്ക് ഞാൻ തീർച്ചയായിട്ടും എഴുന്നേൽക്കും. മനസ്സിനെ പറഞ്ഞ് അത് സമ്മതിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ ഒരു ദിവസം സ്ലോലി ആൻഡ് ഗ്രാജുവലി 4 മണിക്ക്. പിന്നെ നമ്മൾ അതേപോലെ വീണ്ടും ആ തെറ്റ് ചെയ്യില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ സമയത്ത് കഴിഞ്ഞില്ല നമ്മുടെ ഒരു കാര്യം നടക്കില്ല, എല്ലാം താറുമാറാവും. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈവൻ അലാം ഇല്ലാതെ നമുക്ക് 4 മണിക്ക് നിൽക്കാൻ പറ്റും അല്ലേ? പ്രാക്ടീസായി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഗ്രാജുവൽ ക്ലെൻസിങ് പ്രോസസ്സാണ്. നമുക്ക് എന്തെങ്കിലും ദുശീലമുണ്ട്, സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർ മദ്യം കഴിക്കുന്നു, അത് നിർത്തണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ആ ശീലം, ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറഞ്ഞ പോലെ നമുക്കത് നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഹാബിറ്റ് പറയല്ലേ, HABIT അല്ലേ? എച്ച് എടുത്താൽ എന്ത് ഉണ്ടാവും ബാക്കി? എ ബിറ്റ്. ഓക്കെ, എ എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും? ബിറ്റ്. ബി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ്. അതേപോലെ ഹാബിറ്റ്. അപ്പോൾ ആ ഹാബിറ്റ് മാറ്റിക്കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നല്ലൊരു ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ ക്ലെൻസിങ് പ്രോസസ്സ് അത്ര ഒരു രാത്രി കൊണ്ടൊന്നും അത് ഇല്ലാതാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ സത്സംഗം വേണം, നമ്മൾ ഭഗവത്ഗീത ഭാഗവതം വായിച്ച് അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കണം. ഈ ഹ്യൂമൻ ലൈഫിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ റയറിറ്റി, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു റെഗുലേറ്റഡ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റൂ. അല്ല വളരെ ലൈറ്റ്ലി എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് 4 മണിക്ക് എഴുന്നേറ്റ് എന്താ 10 മണിക്ക് എഴുതിക്കാറുണ്ട്, ഒരു ലൈഫേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നടക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ റെഗുലേഷൻസ് ഫോളോ ചെയ്യും. ആ റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ ഗ്രാജ്വലി സ്ലോലി നമ്മൾ ക്ലീൻ ആവും അല്ലെ? ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിക്ക്, ഓക്കെ, ഒരു ചെയിൻ സ്മോക്കറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് സ്മോക്കിംഗ് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ശീലം വിടുന്നില്ല. ആ സമയത്ത് സിഗരറ്റ് വലിച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 30-40 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന വ്യക്തി അങ്ങനെ പെട്ടെന്ന് നാളെ മുതൽക്ക് ഒന്നും വലിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ 30-40 എന്നുള്ള ആ ക്വാണ്ടിറ്റിന്ന് 20 ആക്കും, 20 15 ആക്കും, 15 10 ആക്കും, 10 5 ആക്കും, 5 0 ആക്കും. അങ്ങനെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് റെഗുലേഷൻസ് വെച്ചിരിക്കുന്നത്. കുട്ടികളോട് നമ്മൾ പറയാറില്ലേ, പഠിക്കുന്ന കുട്ടികളോട്, സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളോട് നമ്മൾ അച്ഛന്മാർ പറയാറുണ്ട്, റെഗുലേറ്റ് ചെയ്താ TV ടൈം ½ an hour വൺസ് ഇൻ എ വീക്ക്. അതിലും ഇതില്ല അല്ലേ? പ്ലേ ടൈം ½ an hour സൺഡേ മാത്രം. എന്തിനാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നില്ല? കാരണം അവരെ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കാഡമിക്സിനെ അത് ബാധിക്കും. നമുക്ക് ആ ഒരു
അക്കാഡമിക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ആൾക്കാര് അതിന് ഇതെല്ലാം ഡിപ്രൈവ് ചെയ്യും അവർ. കാരണം വെച്ചാൽ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് നല്ല സ്കൂളിലോ കോളേജിൽ പോയിട്ട് ഡിഗ്രി കിട്ടണം, എന്നാലും നമുക്ക് നല്ല ജോലി കിട്ടുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ പഠിക്കാതിരുന്നാൽ, നമ്മൾ ടി വിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടാൽ നമുക്ക് നല്ല ഡിഗ്രി കിട്ടില്ല, നല്ല വിദ്യാഭ്യാസം കിട്ടില്ല. അപ്പോൾ നമ്മൾ റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റെഗുലേഷൻസ് കൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് വരാൻ പറ്റുള്ളൂ. So following the regulatory principles of devotional service, those who are already cleansed of the impurities may continue to act in the same Krishna consciousness, so that others may follow their exemplary activities and thereby be benefited. For ആരാണോ ആ fully 100% ക്ലെൻസ്ഡ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്, പൂർണ്ണമായിട്ടും അവർക്ക് യാതൊരു അനർത്ഥങ്ങളും ഇല്ലാത്ത ആ ഒരു സ്റ്റേജിലെത്തിയത്, അവരെ മറ്റുള്ളവർ പിന്തുടരണം, ഫോളോ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. Others may follow their exemplary activities and thereby be benefited. Foolish persons or neophytes in Krishna consciousness often want to retire from activities without having knowledge of Krishna. ചില ആൾക്കാർ തുടക്കത്തിലെ ഇതെല്ലാം മായയാണ്, ഓക്കെ, ഞാൻ ജോലി നിർത്താൻ പോവാണ്, ഞാൻ വീട് വിട്ട് ഇറങ്ങി പോവാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് മെച്യൂരിറ്റി വരാതെ. ഓക്കെ, നമുക്കൊരു മെച്യൂരിറ്റി വന്നാലേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ പ്രീ മെച്യൂർ ആയിട്ട് ചില ആൾക്കാർ ഡിസിഷൻ എടുക്കും, ഈ ലോകം മായയാണ്, എൻ്റെ ഈ ഫാമിലി മായയാണ്, പണം മായയാണ്, ഇതെല്ലാം മായ പറഞ്ഞിട്ട് എല്ലാം വിട്ടിറങ്ങി പോകുന്ന ആൾക്കാർ ആരാണ്? വിഡ്ഢികളാണ്. കാരണം വെച്ചാൽ മെച്യൂരിറ്റി എത്തിയിട്ടില്ല, പക്വത എത്തിയിട്ടില്ല. Arjuna's desire to retire from activities on the battlefield was not approved by the Lord. അർജുനൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഡിലമയിലായിരുന്നു. എന്താണ്, എന്തിനാണ് അനാവശ്യമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നത്? എൻ്റെ ആൾക്കാരനെ ഞാൻ വധിക്കേണ്ടി വരില്ലേ? അവരെ വധിച്ചിട്ട് എനിക്ക് എന്ത് സ്വർഗം കിട്ടിയിട്ട് എന്താ കാര്യം? അർജുനന്റെ വിചാരം അതേപോലെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വനത്തിൽ പോയിട്ട് ഭിക്ഷയാഴ്ച ജീവിക്കാം, സന്യാസിയാവാം, എനിക്ക് യുദ്ധത്തിലൊന്നും പങ്കെടുക്കണ്ട. അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ അർജുന് പറയുന്നത്. ഫൂളിഷ് അർജുനെ ഇൻഡയറക്ട്ലി ഭഗവാൻ എന്താണ്, യു ആർ എ ഫൂൾ, നമ്പർ 1 ഫൂൾ എന്ന് പറയാണ്. അതേപോലെ നമ്മളെല്ലാവരും നമ്പർ 1 ഫൂൾസ് ആണ്. കാരണം എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ടും അത് ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ അർജുനന്റെ സ്ഥിതിയും അതാണ്. അർജുനാസ് ഡിസയർ ടു റിട്ടയർ, അതായത് നമ്മളുടെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന്, നമ്മളുടെ ധർമ്മത്തിൽ നിന്ന്, നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടുക. അതാണ് അർജുൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അർജുനൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ്റെതായിട്ടുള്ള പല കർത്തവ്യമുണ്ട്. ഒരു ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥന്മാരുടെ കർത്തവ്യമുണ്ട്, അല്ലേ? അപ്പൊ അതെല്ലാം വിട്ടിട്ട് ഞാൻ വനത്തിൽ പോയിട്ട് ഭിക്ഷ യാചിച്ച് ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതി അവിടെ അർജുൻ വന്നു. അതാണ് ഇവിടെ പറയുന്നത്, അർജുനാസ് ഡിസയർ ടു റിട്ടയർ ഫ്രം ആക്ടിവിറ്റീസ് ഓൺ ദ ബാറ്റിൽ ഫീൽഡ് വാസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ദ ലോർഡ്. ഭഗവാൻ അതിനെ അപ്രൂവ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ അത് ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം മാത്രമാണ് എന്നാണ് പറയുന്നത്. സോ വൺ നീഡ് ഓൺലി നോ ഹൗ ടു ആക്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിൽ, ഏത് പരിസ്ഥിതിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ പഠിക്കണം. ഇത് പഠിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സീനിയർ ഡിവോട്ടീസ്, അതേപോലെ ഗുരുജനങ്ങളെ, സാധുജനങ്ങളെ കണ്ട് പഠിക്കണം. To retire from the activities of Krishna consciousness and to sit aloof, making a show of Krishna consciousness, is less important than actually engaging in the field of activities for the sake of Krishna. അപ്പോൾ നമ്മൾ പ്രീമെച്യൂർലി നമ്മളുടെ കർമ്മത്തിൽ നിന്നും നമ്മുടെ ധർമ്മത്തിൽ നിന്നും വിരമിച്ച് നമ്മൾ അഭിനയിക്കുകയാണ്, ഞാൻ നല്ലൊരു ഡിവോട്ടിയാണ്, എനിക്കിനി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, എനിക്ക് യാതൊരു കടപ്പാടുകളുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നെല്ലാം വിട്ട് വനത്തിൽ പോയിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, ആ പക്വത എത്താതെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ അർജുനനും ആ പരിസ്ഥിതിയിലാണ്. അർജുന is here advised to act in Krishna consciousness, following in the footsteps of the Lord's previous disciples, such as the sun god,
Vivaswan, as mentioned here in before. ഭഗവാൻ അർജുനോട് പറയുന്നത് ഇതിനു മുമ്പിലുള്ള ഡിവോട്ടീസ് ഭക്തന്മാരുടെ പാത പിന്തുടരണം. ഉദാഹരണമായിട്ട് വിവസ്വാൻ. ആരാണ് വിവസ്വാൻ? സൂര്യൻ. Surya Bhagwan, okay, sun god. The Supreme Lord knows all his past activities as well as those of persons who acted in Krishna consciousness in the past. അപ്പോൾ ഭഗവാൻ അറിയാം അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നതിന് മുമ്പേ. അതേപോലെ മറ്റുള്ളവർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം അറിയാം. ഭഗവാൻ എന്താണ്? അന്തർയാമിയാണ്, സർവവ്യാപിയാണ്, അല്ലേ? സർവജ്ഞനാണ്. എല്ലാവരും ഹൃദയത്തിലിരിക്കുന്നുണ്ട്. എല്ലാ ദിക്കിലും ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. അതേപോലെ എല്ലാം അറിയുന്നതാണ്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഭഗവാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഭഗവാന്റെ ഭക്തന്മാരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഫ്യൂച്ചറിൽ എന്തെല്ലാം അവർ ചെയ്യാം, ഇതെല്ലാം ഭഗവാൻ അറിയാം. ഭഗവാൻ അറിയാത്ത ഒരു കാര്യങ്ങളുമില്ല. So therefore he recommends the acts of the sun god, who learned this art from the Lord some millions of years before. ഭഗവാൻ അർജുനനോട് എന്താണ് പറയുന്നത്? വിവസ്വന്റെ ആ പാത പിന്തുടരണം. കാരണം വെച്ചാൽ വിവസ്വന് ഈ ജ്ഞാനം എവിടെ കിട്ടിയിരിക്കുന്നത്? ഭഗവാൻ തന്നെ. Some millions of years ago. All such students of Lord Krishna are mentioned here as past liberated persons. അങ്ങനത്തെ ഭഗവാന്റെ ഭക്തന്മാര്, ശിഷ്യന്മാര്, അവരെല്ലാം മുക്താത്മാക്കളാണ്, ലിബറേറ്റഡ് പേഴ്സൺസ്. അവരെന്താ ചെയ്യുന്നത്? എൻഗേജ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ് അലോട്ടഡ് ബൈ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണൻ അവർക്ക് ഓരോ ജോലി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ജോലിയിൽ അവർ മഗ്നരായിട്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യഭഗവാൻ എന്താണ് ജോലി? വെളിച്ചവും ചൂടും കൊടുക്കുക, അല്ലേ? അപ്പോൾ എപ്പോ അപ്പിയർ ചെയ്യണം, എപ്പോ ഡിസപ്പിയർ ചെയ്യണം, ഇതെല്ലാം ഭഗവാൻ നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയും നമുക്ക് മാർഗനിർദ്ദേശം തരാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ഭഗവാന്റെ ഭക്തന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പാത പിന്തുടരാണ്. അവരെല്ലാം മുക്താത്മാക്കളാണ്. അവരുടെ പാത പിന്തുടർന്നാൽ നമുക്ക് യാതൊരു തരത്തിലും വഴി തെറ്റില്ല, നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് തീർച്ചയായിട്ടും എത്തും എന്ന് ഭഗവാൻ അർജുനോട് പറയാം. അതാണ് ഈ ശ്ലോകം 15-ാമത്തെ. അതായത് നമ്മള് മുക്താത്മാക്കളുടെ ലിബറേറ്റഡ് സോൾസിന്റെ പാതയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ അയാൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഒരു ഇല്ല. നമ്മുടെ പക്വത എത്തുന്നതിന് മുമ്പേ നമ്മളൊരു കാര്യത്തിൽ നിന്നും, നമ്മുടെ കർത്തവ്യത്തിൽ നിന്നും, നമ്മുടെ ധർമ്മത്തിൽ നിന്നും നമ്മൾ വിരമിക്കാൻ പാടില്ല. നമ്മളുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മുടെ ലൈഫിനെ റെഗുലേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച സ്ഥാനത്ത്, അതായത് മനുഷ്യജന്മം കിട്ടിയത് നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്, ആ സാക്ഷാത്കാരം ലഭിക്കൂ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ പോയിന്റ്സ്? ക്ലിയർ ആയോ പറയുന്നു? ക്ലിയർ ആണ് പ്രഭുജി. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ശ്ലോകം 16-ാമത്തെ. കിം കർമ്മ കിം അകർമ്മേതി കവയോപി അത്ര മോഹിതാം തത്തേ കർമ്മ പ്രവിക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കിം കർമ്മ കിം അകർമ്മേതി കവയോപി അത്ര മോഹിതാം തത്തേ കർമ്മ പ്രവിക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഓക്കെ, ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. കിം കർമ്മ കിം അകർമ്മേതി കവയോ പത്ര മോഹിത തത്തേ കർമ്മ പ്രവക്ഷ്യാമി ജ്ഞാത്വാ മോക്ഷസ്യ ശുഭാത്. മോക്ഷസ്യ ശുഭാത്. മാതാജി. ഹരേ കൃഷ്ണ. കിം കർമ്മ കിമ കർമ്മേതി കവയോപ്യത്ര മോഹിത
തത്തേ കർമ്മ പ്രവിക്ഷ്യാമി യജ്ഞത്വാ മോക്ഷസേ ശുഭാത്. ഹരേ Very കൃഷ്ണ. Okay, Savitri Mataji. Vinodini Mataji. ഹരേ കൃഷ്ണ. Krishna. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തദ് തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ഹരേ Yes, കൃഷ്ണ. Savitri Mataji. ഹരേ കൃഷ്ണ. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ഹരേ കൃഷ്ണ. വിവർത്തനം കൂടി വായിച്ചു. വിവർത്തനം ശ്രീ പ്രഭുപാദ് ജയ്. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്നതാണ്. ആ കർമ്മത്തെ പറ്റി ഇനി ഞാൻ വിവരിച്ചു തരാം. അതറിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന് മുക്തനാകും. ഹരേ കൃഷ്ണ. Very good. Even the intelligent are bewildered in determining what is action and what is inaction. Now I shall explain to you what action is, knowing which you shall be liberated from all misfortune. ഇവിടെ ഭഗവാൻ അർജുനൻ പറയുന്നത് ഈവൻ ഇന്റലിജന്റ് ആർ ബിവിൽഡേഡ്. ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾക്കും കൂടി ഇവിടെ കൺഫ്യൂഷൻ വരുന്നു. ബിവിൽഡർമെന്റ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അല്ലെ? എന്താണ് ആക്ഷൻ, എന്താണ് ഇനാക്ഷൻ, എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, എന്താണ് ആക്ഷൻ, എന്താണ് ഇനാക്ഷൻ, എന്താണ് കർമ്മം, അകർമ്മം, ആരെങ്കിലും പറയാൻ പറ്റുമോ? കർമ്മം അതായത് ആക്ഷൻ ഈസ് കർമ്മം, ഇനാക്ഷൻ ഈസ് അകർമ്മം. അതല്ലേ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്? അല്ലേ? ഫലം, നല്ല ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്നല്ലേ സൽക്കർമ്മം. ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്നത്. ഓക്കെ, ഫലം ഇച്ഛിച്ച് ചെയ്യുന്നത് കർമ്മം, ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്നത് ഇനാക്ഷൻ. ശരിയാണോ? ശരിയാണോ? അതെ. ശരിയാണ് പ്രഭുജി. നമ്മൾ മാതാജി പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ഫലം ഇച്ഛിച്ച് ചെയ്യുന്നത് കർമ്മം, ഫലം ഇച്ഛിക്കാണ്ട് ചെയ്യുന്നത് അകർമ്മം. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല, ഏകദേശം ശരിയായി. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനെ അർപ്പിച്ച് ചെയ്യുമ്പോൾ അത് അകർമ്മമായി. അതാണ് ശരി. നമ്മളുടെ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് കർമ്മം. ഓക്കെ, പിന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് അതാ കർമ്മം. അപ്പൊ നമ്മൾ കർമ്മം ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പ്രീതിക്കല്ല, ഭഗവാന്റെ പ്രീതിക്ക് വേണം. അതിന്ന് ഭഗവാന്റെ പ്രീതിക്ക് ചെയ്യുകൊണ്ട് അതിന് റിയാക്ഷൻസ് ഉണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായി? മറ്റത് കർമ്മം, നമ്മുടെ കർമ്മം ചെയ്യും, ഫലം ഇച്ഛിച്ചിട്ട് ഫലം ഇച്ഛിക്കാണ്ട് ചെയ്യുക. അതേപോലെ ആ കർമ്മം ഭഗവാന് സമർപ്പണം ചെയ്യുക, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുക. അത് ഇനാക്ഷൻ അല്ലെങ്കിൽ അകർമ്മം. അപ്പൊ ഇത് ഈ കർമ്മം അകർമ്മം ഇതിനെ പറ്റിയിട്ട് ഈവൻ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾക്കും കൂടി ശരിക്കുള്ള അറിവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈവൻ ദ ഇന്റലിജന്റ് ആർ ബിവിൽഡേഡ്, അവരും കൂടി അതിലെ കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് കർമ്മം, എന്ത് അകർമ്മം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ആശയക്കുഴപ്പമുണ്ട് അവർക്ക്. നൗ അതുകൊണ്ട് ഐ ഷാൽ എക്സ്പ്ലെയിൻ ടു യു വാട്ട് ആക്ഷൻ ഈസ്. ഇനി ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് എല്ലാവർക്കും, ഈവൻ ബുദ്ധിമാന്മാർക്കും കൂടി അറിയില്ല എന്താണ് കർമ്മം, എന്താ അകർമ്മം, ഏതാണ് കർമ്മത്തിന്റെ കാറ്റഗറി, എന്താണ് അകർമ്മത്തിന്റെ കാറ്റഗറി. ഈവൻ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾക്കും കൂടി അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് വിവരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ വിവരിച്ച് പറയുമ്പോൾ അർജുന നിനക്ക് മനസ്സിലാവും.
knowing which you shall be liberated from all misfortune. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിർഭാഗ്യത്തിൽ നിന്നും നമുക്ക് മുക്തി കിട്ടും എന്നാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. സോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ആക്ഷൻ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ അക്കോർഡ് വിത്ത് എക്സാമ്പിൾസ് ഓഫ് പ്രീവിയസ് മോണഫൈഡ് ഡിവോട്ടീസ്. ആക്ഷൻ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മൾ പെർഫോം ചെയ്യണം. എങ്ങനെ? മറ്റ് സീനിയർ ഭക്തന്മാരുടെ ആദർശങ്ങൾ അനുസരിച്ച് പാത പിന്തുടർന്നിട്ട്. ദിസ് ഈസ് റെക്കമെൻഡഡ് ഇൻ ദ 15th വേഴ്സ്. ഇതാണ് 15ാമത്തെ വേഴ്സിൽ നമ്മൾ പഠിച്ചത്. വൈ സച്ച് ആക്ഷൻ ഷുഡ് നോട്ട് ബി ഇൻഡിപെൻഡന്റ് വിൽ ബി എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് ടു ഫോളോ. എന്തുകൊണ്ട് നമ്മളുടെ മനസ്സ് പറയുന്നതനുസരിച്ച് ചെയ്യാൻ പാടില്ല, അത് അടുത്ത വേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയും. ടു ആക്ട് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് one has to follow the leadership of authorized persons who are in the line of disciplic succession as explained in the beginning of the chapter. Evam parampara praptam imam rajasrayo vidhu sakalaneha mahada yogo nirstatu. Evam parampara praptam, പരമ്പരാഗതമായിട്ട് അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിക് സക്സഷനിൽ വരുന്ന അവരെന്താണോ ചെയ്യുന്നത് അത് പ്രകാരം ചെയ്യുക. അതാണ് ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ വരുന്ന അറിവ്. ഗുരു ശിഷ്യന് കൊടുക്കുന്നു, ആ ശിഷ്യൻ പിന്നെ ഗുരു ആവുന്നു, തൻ്റെ ശിഷ്യന് കൊടുക്കുന്നു. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന അറിവിൽ അതെന്തായാലും ഓത്തന്റിക് ആണ്. റൈറ്റ് സോഴ്സ് നമുക്ക് കിട്ടണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഡിസിനെ പറ്റിയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ സമീപിക്കണം? ഡോക്ടറെ, അല്ലേ? മെഡിക്കലി ആ ഒരു വിദ്യ നേടിയിട്ടുള്ള, അല്ലേ, മെഡിസിനെ പറ്റി അറിയുന്ന ഒരു ഡോക്ടറെ അടുത്തോ അങ്ങനത്തെ ഒരാളുടെ അടുത്ത് പോയാൽ നമുക്ക്, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് എനിക്ക് നാളെ സർജറിയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ പറ്റും? പറ്റില്ല. അപ്പോൾ അതേപോലെ ആത്മീയത പറ്റിയിട്ട് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ നമ്മൾ സമീപിക്കണം. അപ്പോൾ അതിനുള്ള അതോറിറ്റി, ആ അതോറിറ്റീസ് ആണ് കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന ആൾക്കാർ, വൈഷ്ണവന്മാർ. അപ്പോൾ ആ പരമ്പരയിൽ വരുന്ന ആൾക്കാരിൽ നിന്ന് ഇത് കിട്ടണം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ദ സിസ്റ്റം ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് വാസ് ഫസ്റ്റ് നരേറ്റഡ് ടു ദ സൺ ഗോഡ്. അപ്പോൾ ഭഗവാൻ ഇത് വിവസ്വാൻ പറഞ്ഞു കൊടുത്തു, സൺ ഗോഡ്. അപ്പോൾ ഈസ് ആൻ അതോറിറ്റി. സൺ ഗോഡ് എന്താ? ഒരു അതോറിറ്റിയാണ്. ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്താണ്. സൺ ഗോഡ് ആർക്ക് പറഞ്ഞു കൊടുത്തു? മനുവിന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, മനു പിന്നെ ആർക്ക് പറഞ്ഞു കൊടുത്തു? തൻ്റെ മകനായിട്ടുള്ള ഇക്ഷ്വാക്കുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പരമ്പരാഗതമായിട്ട് ഗുരു ശിഷ്യ ബന്ധത്തിൽ ഇത് ഈ ജ്ഞാനം നമ്മൾക്ക് എത്തി. ആൻഡ് ദ സിസ്റ്റം ഈസ് കറന്റ് ഓൺ ദിസ് എർത്ത് ഫ്രം ദാറ്റ് വെരി റിമോട്ട് ടൈം. അപ്പൊ ഈ സിസ്റ്റം ആ അതായത് സൺ ഗോഡിന് പറഞ്ഞു കൊടുത്ത അത് എത്രയോ മില്യൺ ഇയേഴ്സ് മുമ്പാണ്. അപ്പോൾ ആ സിസ്റ്റം, ഡിസിപ്ലിൻ സക്സഷൻ സിസ്റ്റം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് പിന്നെ റീസെന്റ് ടൈമിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു, അല്ലേ? അപ്പോൾ അത് നമുക്കറിയാം 5000 വർഷം മുമ്പാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടി. അങ്ങനെ ഭഗവത്ഗീത സാധുജനങ്ങളൊക്കെ മനസ്സിലാക്കി അവർ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾ ഗുരുപരമ്പരയിലെത്തി. ആ ഗുരുപരമ്പരയിൽ പ്രവാദിയുണ്ട്, പ്രവാദയിൽ നിന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നത്. ഇതെല്ലാം ഓത്തന്റിക് ആണ്, അതോറിറ്റീസ് ആണ് അവർ. So therefore, one has to follow in the footsteps of previous authorities in the line of disciplic succession. അതാണ് ഡിസിപ്ലിക് സക്സഷൻ എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യ പരമ്പരാഗതമായിട്ട് വരുന്ന ആ ഒരു സമ്പ്രദായം. അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ മെഡിസിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടർ പറഞ്ഞാൽ അത് നമുക്ക് ഓത്തന്റിക് ആയിട്ട് എടുക്കാം. അല്ല ഒരു കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് മെഡിസിനെ പറ്റിയിട്ടോ അതിനെ പറ്റി ചോദിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള നോളേജ് ഇല്ല. അതർവൈസ് ഈവൻ ദ മോസ്റ്റ് ഇന്റലിജന്റ് മാൻ വിൽ ബി ബിവിൽഡേഡ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെ ഭൗതിക ലോകത്ത് ഒരുപാട് നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കും. ഓക്കെ, നല്ല എന്താ പറയാ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അങ്ങനെയുള്ള ഒരുപാട്
പദവികളും ഒരുപാട് സമ്മാനങ്ങളും എല്ലാം കിട്ടിയിട്ട് ആൾക്കാരിക്കും. അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞു തരുമോ? നല്ല ബുദ്ധിമാന്മാരാണ്. പിന്നെ ഒരുപാട് ലിറ്റററി പേഴ്സണാലിറ്റീസ് ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നോവൽസും സ്റ്റോറീസും ആത്മകഥകളൊക്കെ ഇതിൻ്റെ ഒരുപാട് നല്ല ബുദ്ധിയാണ്. പിന്നാണ് സാധാരണക്കാർക്ക് എഴുതാൻ പറ്റില്ല. അവരുടെ അടുത്ത് ചെന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ പറ്റിയിട്ടോ ഭഗവത്ഗീതയെ പറ്റിയിട്ടോ ഭാഗവതത്തിനെ പറ്റിയിട്ടോ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും? ബുദ്ധിയുണ്ട്. അതാണ് പറയുന്നത്, ഈവൻ ദ മോസ്റ്റ് ഇന്റലിജന്റ് മെൻ വിൽ ബി ബിവിൽഡേഡ്. അവർക്ക് ഇതിന്റെ ശരി തെറ്റ് അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാണിച്ചാൽ അവർക്ക് ഇതിൽ ജ്ഞാനമില്ല. ബുദ്ധിന്റെ ആ ബുദ്ധി എന്തിനു വേണ്ടി കഴിയുന്നു? ഭൗതിക തലത്തിലുള്ള അച്ചീവ്മെന്റ് യൂസ് ചെയ്യുന്നു. ഭൗതിക തലത്തിലുള്ള മെറ്റീരിയൽ മോട്ടിവേറ്റഡ് ആണല്ല. മെറ്റീരിയൽ മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിൽ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ബുദ്ധി ഭൗതിക തലത്തിലുള്ള അവർ ഉന്നമനത്തിന് വേണ്ടി വരുന്നു, ആത്മീയ തലത്തിലല്ല. അവർ അതോറിറ്റീസ് അല്ല, ആത്മീയ. ക്ലിയർ ആവുന്നില്ലല്ലോ. ക്ലിയർ ആവണില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശരിയാണോ? ഓക്കെ. അപ്പോ നമ്മൾ അങ്ങനെ ഭൗതിക തലത്തിലുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളെ നമ്മളെ സമീപിക്കാൻ പാടില്ല ആധ്യാത്മിക കാര്യത്തിൽ. അപ്പൊ അവിടെ ഗുരു ശിഷ്യ പരമ്പരയിലെ ഓഥന്റിക് ആയിട്ടുള്ള അതോറിറ്റീസിനെ നമ്മൾ സമീപിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ശരിക്കുള്ള ഗ്രാഹ്യം ഉണ്ടാവുള്ളൂ. അല്ലാത്ത ബുദ്ധിമാന്മാരായി ഭൗതിക തലത്തിൽ ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് വിലമതിക്കുന്ന ആൾക്കാരൊന്നും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. So for this reason, the Lord decided to instruct Arjuna in Krishna consciousness directly. അതുകൊണ്ടാണ് ഭഗവാൻ സ്വയം അർജുനോട് കൃഷ്ണാവബോധത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. Because of the direct instruction of the Lord to Arjuna, anyone who follows in the footsteps of Arjuna is certainly not bewildered. അപ്പോൾ അർജുനന്റെ ആ പരമ്പരാഗതമായിട്ട് കേൾക്കുന്ന ഒരുത്തനും അവർക്ക് കൺഫ്യൂഷൻ ഒരിക്കലും വരില്ല. കാരണം വെച്ചാൽ റൈറ്റ് സോഴ്സ് ആണ് ഡിസിപ്ലിൻ സക്സഷനിൽ വരുന്ന ആൾക്കാർ. അപ്പൊ നമ്മളൊക്കെ ആ പരമ്പരയിൽ വരുന്നതാണ്. അപ്പൊ പ്രഭുപാദ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രഭുപാദ പറഞ്ഞത് നമ്മൾ പഠിച്ച് അത് മനനം ചെയ്ത് അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വഴിതെറ്റില്ല എന്നാണ് പറയുന്നത്. വിൽ നോട്ട് ബി bewildered. It is said that one cannot ascertain the ways of religion simply by imperfect experimental knowledge. അപ്പോൾ എന്താണ് ധർമ്മം? ഇത് നമ്മളുടെ എക്സ്പെരിമെന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ഡിസെൻഡിങ് പ്രോസസ്സാണ്. അവരോഹണ ബന്ധം, ആരോഹണ ബന്ധമല്ല. എന്താണ് ഡിസെൻഡിങ് പ്രോസസ്? ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ നമുക്ക് കിട്ടുക. നമ്മളെ റിസർച്ച് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ജ്ഞാനമല്ല ആധ്യാത്മിക ജ്ഞാനം. ഭൗതിക ജ്ഞാനം ഓക്കെ, R&D സയന്റിസ്റ്റ് അവർ പല ആ ഒരു സയൻസ് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ് അല്ലേ? അതെല്ലാം എക്സ്പെരിമെന്റ് കൂടെ മനസ്സിലാക്കുന്ന. പക്ഷേ ആധ്യാത്മിക കാര്യങ്ങൾ അങ്ങനെ എക്സ്പെരിമെന്റ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സയൻസ് പറഞ്ഞാൽ ഒബ്സർവേഷൻ, ഹൈപ്പോത്തസിസ്, എക്സ്പെരിമെന്റ്, ഇൻഫറൻസ്, ഇങ്ങനെയാണ് പോകുന്നത്. ആധ്യാത്മിക കാര്യങ്ങൾ എന്താണ്? ജസ്റ്റ് ഫോളോ ഇൻ ദ ഫുട് സ്റ്റെപ്സ് ഓഫ് ദ ഗുരു പരമ്പര. യു വിൽ ബി ഗൈഡഡ് പ്രോപ്പർലി. സയൻസ് അസെൻഡിങ് ആണ്, മെറ്റീരിയൽ സയൻസ്. സ്പിരിച്വൽ സയൻസ് ഡിസെൻഡിങ് ആണ്. അപ്പോൾ ആരോഹണം അവരോഹണം. ഓക്കെ, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്, ഇങ്ങനെയാണ് നോളജ്. അപ്പോൾ ഈ നോളജ് ആധ്യാത്മികമായിട്ടുള്ള ഈ ജ്ഞാനം നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടുന്നതാണ്. ആ സമ്പ്രദായത്തിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ട. നമുക്ക് കിട്ടുന്ന ജ്ഞാനം 100% ഫുൾ പ്രൂഫ് ആയിരിക്കും.
So actually the principles of religion can only be laid down by the Lord himself. അതാണ് ഇവിടെ പറയുന്നത് ധർമാം തു സാക്ഷാത് ഭഗവത് പ്രണീതാം. ആർക്കും ധർമ്മം ഉണ്ടാക്കാൻ പറ്റില്ല. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ധർമ്മം. No one can manufacture religious principles by imperfect speculation. നമുക്ക് എന്തുകൊണ്ട് റിലീജിയസ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കാൻ പറ്റില്ല? ഈവൻ മാൻ മെയ്ഡ് ലോസ്. ഇപ്പൊ നമ്മുടെ ഒരു രാജ്യത്ത് സിവിൽ ലോസ് ഉണ്ട്, പെർഫെക്റ്റ് ആണോ? ഇപ്പൊ നമ്മള് 75 വർഷമായി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അത് അമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഓരോ സമയത്തിന്റെ ആവശ്യമനുസരിച്ച് അത് അമെൻഡ് ചെയ്യുന്നു. അതിനൊരു പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് അന്ന് എഴുതിയിട്ടുള്ള അതേ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് മാൻ മെയ്ഡ്, ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്. ദർ വിൽ ബി ഫ്ലോസ്, ദർ വിൽ ബി കറക്ഷൻ. പക്ഷെ ഭഗവത്ഗീത 5000 വർഷം മുമ്പേ പറയണോ, അയ്യോ ഭഗവാൻ അന്ന് എഴുതിയത് അന്ന് തെറ്റായിപ്പോയി, ഞാനൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭഗവത്ഗീത എഴുതിയത് 5000 വർഷമായി. ഇപ്പൊ എത്ര അന്നത്തെ സമയം ഇന്നത്തെ സമയം ഭയങ്കര വ്യത്യാസമുണ്ട്, ടൈം ഡിഫറൻസ്. ഇപ്പൊ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇപ്പൊ നമ്മളെ പറയോ അത് അച്ഛന്റെ സമയം വേറെയാണ്, നമ്മുടെ സമയം വേറെയാണ് അല്ലേ? ജനറേഷൻ ഗ്യാപ്പ്. അതുകൊണ്ട് അന്നത്തെ റൂൾ ഇന്ന് നടക്കില്ല എന്ന് അവർ പറയും. പക്ഷെ ഈ 5000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുള്ള ഈ പ്രിൻസിപ്പിൾ, ഈ സിദ്ധാന്തം ഭഗവത്ഗീതയിലത്തെ മാറുന്നുണ്ടോ? ഇല്ല, മാറുന്നില്ല. എന്തുകൊണ്ട് മാറുന്നില്ല? ദിസ് ഈസ് നോട്ട് മാൻ മെയ്ഡ്. ഇറ്റ്സ് നോട്ട് മാൻ മെയ്ഡ്. ധർമാം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മം ഭഗവാനാണ് തന്നിരിക്കുന്നത്. ഭഗവാൻ ഗുണാതീതനാണ്. അപ്പൊ ഒരിക്കലും അത് ആദർശങ്ങൾ, പ്രിൻസിപ്പിൾസ് മാറില്ല. 5000 വർഷം മുമ്പേ ഭഗവാൻ പറയുന്നു യു ആർ നോട്ട് ദ ബോഡി, യു ആർ ദ സോൾ. ഇന്നും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുന്നു ഇല്ലേ? 5000 വർഷം കഴിഞ്ഞു, ഇനി അങ്ങനെ പറയണ്ട, യു ആർ ദ ബോഡി, യു ആർ നോട്ട് ദ സോൾ എന്ന് പറയോ? ഇല്ല. ഡീറ്റെയിൽസ് മേ ചേഞ്ച്, പക്ഷെ പ്രിൻസിപ്പിൾ വിൽ നെവർ ചേഞ്ച്. ഫോർ എക്സാമ്പിള്, അന്നിപ്പോ 5000 വർഷം മുമ്പും അവര് താമസിച്ചിരുന്നു വീടുകളിൽ. അന്നത്തെ വീടും ഇന്നത്തെ വീടും അതിന്റെ സൗകര്യങ്ങളും മാറ്റലും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടായിരിക്കാം. പക്ഷെ നമ്മൾ താമസിക്കുന്ന വീട് തന്നെ. അന്നും ഭക്ഷണം കഴിച്ചിരിക്കുന്നു, ഇന്നും ഭക്ഷണം കഴിക്കുന്നു. അന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയും ഇന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയും വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ കഴിക്കുന്ന ഭക്ഷണം തന്നെ അല്ലേ? അന്നും വസ്ത്രങ്ങൾ എടുത്തിരിക്കുന്നു, ഇന്നും വസ്ത്രങ്ങളുണ്ട്. അന്നത്തെ സ്റ്റൈലും ഇന്നത്തെ സ്റ്റൈലും വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ പ്രിൻസിപ്പിൾ വിൽ നെവർ ചേഞ്ച്. അതാണ്. ഇപ്പൊ മാൻ മെയ്ഡ് ലോസ് ഈസ് സബ്ജക്ട് ടു ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസ് ഇറ്റ് വിൽ ചേഞ്ച്. ഭഗവാന്റെ നിയമങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. No one can manufacture religious principle by imperfect speculation. One must follow in the footsteps of great authorities like Brahma, Shiva, Narada, Manu, and the Kumaras, Kapila, Prahlada, Bhishma, Sukadeva Goswami, Yamaraja, Janaka, and Bali Maharaj. ആരാണ് ഇവരെല്ലാം? ഇവരെല്ലാം ആരാണ്? മഹാജനങ്ങളാ? ഇവരെല്ലാം മഹാജനങ്ങള്. അപ്പൊ ഇവരെ ഫോളോ ചെയ്യണം. മഹാജനങ്ങളാണ്, പ്യൂർ ഡിവോട്ടീസ് ആണ്. ഇവരെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ബൈ മെന്റൽ സ്പെക്കുലേഷൻ വൺ കനോട്ട് അസർട്ടൈൻ വാട്ട് ഈസ് റിലിജൻ ഓർ സെൽഫ് റിലൈസ്. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ആ ഒരു തലം വെച്ചിട്ട് ആ തലത്തിൽ നമുക്ക് എന്താണ് റിലിജൻ, എന്താണ് ധർമ്മം, എന്താണ് ഈശ്വര സാക്ഷാത്കാരം, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. Therefore, out of causeless mercy to his devotees, the Lord explains directly to Arjuna what action is and what inaction is. അതുകൊണ്ട് ഭഗവാൻ അർജുനോട് ഡയറക്ട്ലി പറഞ്ഞു എന്താണ് ധർമ്മം, എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്ന് ഡയറക്ട്ലി പറഞ്ഞു. Only action performed in Krishna consciousness can deliver a person from the entanglement of material existence. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന, അകർമ്മത്തിൽ ചെയ്യുന്ന ആ കർമ്മത്തിലൂടെ മാത്രമാണ് നമുക്ക്
ഭൗതിക സാഗരത്തിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. ഈ ഭൗതിക ബന്ധത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജന്മമൃത്യു ജരാവ്യാധി ഈ ചക്രത്തിൽ കൂടെ കടന്നു പോകേണ്ടിയിരിക്കും സംസാര സാഗരത്തിൽ. അപ്പൊ ഇതിന്ന് കരകയറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലുള്ള മഹാജനങ്ങളുടെ പാത പിന്തുടരണം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തേലും ക്വസ്റ്റ്യൻസോ ഉണ്ടോ? വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। वो प्रेमानंदे हरि हरि बोल।